സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ മിനായിൽ രാപ്പാക്കുമ്പോഴും സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ സമയത്തും സലാത്ത് ചൊല്ലുന്നത് കണ്ടപ്പോ ചോദിക്കുന്നു, എന്താണ് മോനെ? ഒരു പണ്ഡിതൻ വന്ന് ചോദിക്കുന്നു, അല്ല മോനെ, നിനക്ക് ഹജ്ജിന്റെ ദിക്റൊന്നും അറിയില്ലേ? നീ എന്റെ എല്ലാ സമയത്തും നീ ഇങ്ങനെ സലാത്ത് ചൊല്ലുന്നത്? ഹജ്ജിന്റെ ദിക്റുകളൊക്കെ ഇല്ലേ? ഹജ്ജിൽ നിർബന്ധവും സുന്നത്തുമായ ധാരാളം ദിക്റുകളില്ലേ? നീ അതൊന്നും ചെല്ലാതെ എല്ലാ സമയത്തും സലാത്ത് ഇങ്ങനെ ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? നിനക്ക് ഹജ്ജിന്റെ ദിക്ർ അറിയില്ല മോനെ. ഉസ്താദേ, എനിക്ക് ദിക്ർ അറിയാത്തത് കൊണ്ടല്ല, ഞാൻ ദിക്ർ പഠിക്കാത്തത് കൊണ്ടല്ല, സലാത്തിന്റെ പവർ ഞാൻ ഹജ്ജിന്റെ പുറപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി പോയി. ഞാൻ ഹജ്ജിന്റെ പുറപ്പെട്ട സമയത്ത് എന്റെ കൂടെ എന്റെ വാപ്പയുണ്ടായിരുന്നു. വഴിയിൽ വെച്ച് ഞങ്ങൾ രണ്ടാളും ഒരു സ്ഥലത്ത് വിശ്രമിക്കുന്ന സമയത്ത് എന്റെ വാപ്പ മരണമടഞ്ഞു പോയി. എന്റെ വാപ്പയെ ഞാനിങ്ങനെ മറമാടും, എങ്ങനെ കഫൻ ചെയ്യും, ഒന്നും തിരിയുന്നില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ആരുമില്ലാത്ത മരുഭൂമിയിൽ ഞാനിങ്ങനെ പ്രയാസം സഹിച്ച് അതെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് പോയി. തിരിച്ചു വരുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, തന്റെ ബാപ്പയുടെ മുഖം ഒരു കഴുതയുടെ രൂപത്തിൽ മാറിപ്പോയിരിക്കുന്നു. വളരെ പ്രയാസത്തോടെ വിഷമത്തോടെ ഞാനൊരു മരത്തിന്റെ ചുവട്ടിലിരുന്നിങ്ങനെ പ്രയാസപ്പെടുന്ന സമയത്ത്, കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിപ്പിക്കുന്ന സമയത്ത്, ഞാൻ ആരോട് ശുപാർശ ചോദിക്കുമെന്ന് തിരിയാത്ത സമയത്ത്, വെട്ടിത്തിളങ്ങുന്ന പ്രകാശിക്കുന്ന വല്ലാത്ത ഭംഗിയുള്ളൊരു നേതാവിന്റെ മുഖം ആരാണെന്ന് എനിക്കറിയില്ല. അയാൾ എന്റെ അടുക്കലേക്ക് വന്ന് ചോദിക്കുന്നു, അല്ല മോനെ, നീ എന്തേ ഇങ്ങനെ വല്ലാത്ത പ്രയാസത്തോടെ ഇരിക്കുന്നത്? നല്ല മനുഷ്യ, നിങ്ങളെ കാണുമ്പോ എനിക്കൊരു നല്ല ലക്ഷണം തോന്നുന്നു. എന്റെ ബാപ്പയുമായി ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഹജ്ജിന് പുറപ്പെട്ടതാണ്. വഴിയിൽ വെച്ച് എന്റെ ബാപ്പ മരണമടഞ്ഞു പോയി. ഒരു പ്രശ്നവുമില്ലാത്ത എന്റെ ബാപ്പയുടെ മുഖം ഇതാ ഒരു കഴുതയുടെ രൂപത്തിൽ മറിക്കപ്പെട്ടു പോയി. ഞാൻ എന്റെ വിശപ്പും ആരെ മുമ്പിൽ പറയാനാ? അല്ലാഹുവിന്റെ ഹബീബ് ഉമ്മത്തിനെ എല്ലാ സമയത്തും അതേ നോക്കിക്കൊണ്ടിരിക്കുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആരാണെന്നറിയുമോ? ഞാൻ ആരാണെന്നറിയുമോ? ഖാതിമുൽ അംബിയാ റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് മോനെ, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. എന്റെ വാപ്പയുടെ മുഖം കഴുതയുടെ രൂപത്തിൽ മറിക്കപ്പെട്ടു പോയോ? അല്ലാഹുവിന്റെ റസൂലാ കഫം തുടിയങ്ങ് മാറ്റിയിട്ട് ഒരൊറ്റ നോട്ടം നോക്കി അങ്ങ് പ്രാർത്ഥിക്കുന്നു. മുഖമതാ നല്ല പ്രകാശിക്കുന്ന മുഖമായി മാറിപ്പോയി. ചോദിക്കുന്നു, എന്താണ് എന്റെ വാപ്പ ചെയ്ത തെറ്റ്? അപ്പോഴാ പറയുന്നു, നിന്റെ വാപ്പ വല്ലാതെ പലിശ തിന്നാളായിരുന്നു. പലിശ ജീവിതത്തിൽ ധാരാളം തിന്നാളായിരുന്നു, ധാരാളം പലിശ വാങ്ങിയാളായിരുന്നു. അതുകൊണ്ട് നിന്റെ വാപ്പക്ക് അല്ലാഹു കൊടുത്ത ശിക്ഷയാണ് മോനെ. പക്ഷേ ഞാൻ നിന്റെ വാപ്പയുടെ അടുക്കലേക്ക് വരാനുള്ള കാരണം, നിന്റെ വാപ്പ ഒരു ദിവസവും ചുരുങ്ങിയതൊരു 100 സ്വലാത്ത് ചെല്ലാത്ത ദിവസം നിന്റെ വാപ്പയുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല. മലക്കുകൾ എല്ലാ ദിവസവും എന്റെ അടുക്കലേക്ക് നിന്റെ വാപ്പയുടെ സലാത്ത് ചെല്ലും. ഇന്ന് അതേ മലക്ക് വരാതിരുന്നപ്പോ ഞാൻ ചോദിച്ചു, സമയമായിട്ടും നിങ്ങൾ എന്തേ സലാത്ത് കൊണ്ടുവരാത്തത്? ആ സമയത്ത് എന്നോട് മലക്ക് പറഞ്ഞു, നബിയേ, നിങ്ങൾക്ക് എപ്പോഴും സലാത്ത് ചെല്ലുന്ന ആ വ്യക്തി വഴിയിൽ വെച്ച് ഹജ്ജിന് പുറപ്പെട്ട സമയത്ത് വഴിയിൽ വെച്ച് മരണമടഞ്ഞുപോയി. കഴുതയുടെ രൂപത്തിൽ മറിക്കപ്പെട്ടു പോയിട്ടുണ്ട് നബിയേ. മുഹമ്മദ് റസൂലുള്ളാഹി മലക്ക് പറഞ്ഞു കൊടുക്കുന്നു, ചോദിക്കുന്നു, നബിയേ, അങ്ങയുടെ ഉമ്മത്തിന് അങ്ങ് എല്ലാ സമയത്തും നല്ലതല്ലേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ? അങ്ങൊന്ന് പോയിട്ട് ആ സലാത്ത് ചൊല്ലിയ മനുഷ്യന് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്താൽ, അതേ അങ്ങൊന്ന് ആ മനുഷ്യന് വേണ്ടി റബ്ബിലേക്കൊന്ന് കയ്യേർത്തിയാൽ, ആ മനുഷ്യന്റെ മുഖം
നല്ല നിലക്കായി കിട്ടുമല്ലോ. എന്റെ പേരിൽ എല്ലാ ദിവസവും സലാത്ത് ചൊല്ലുന്ന ആ മനുഷ്യനെ രക്ഷപ്പെടുത്തണമെന്ന് മനസ്സിലാക്കി വന്നതാണ് മോനെ. ആ മനുഷ്യന്റെ മുഖവരാ അതേ നല്ല പ്രകാശിക്കുന്ന മുഖമാക്കി മുഹമ്മദുർ റസൂലുള്ളാഹി. സലാത്ത് ചൊല്ലാൻ 3 സലാത്ത് ചൊല്ലാത്ത ദിവസം ഇനി നമുക്ക് കഴിഞ്ഞു പോകുമോ? ഇനി പോകാൻ പാടില്ല. അവിടുത്തെ സ്മരിക്കാത്തൊരു ദിവസം സുന്നികൾക്ക് ഇനി ജീവിതത്തിൽ പാടില്ല. എപ്പോഴും സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ എപ്പോഴും ആ ഹബീബിനെ സ്നേഹിച്ചു അവിടുത്തെ പേരിൽ ധാരാളം സലാത്ത് വർദ്ധിപ്പിക്കണമെന്ന് മാത്രം ഈ സമയത്ത് വസീയത്ത് ചെയ്ത് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ആ നേതാവ് പഠിപ്പിച്ചൊരാശയം, അവിടുന്ന് പഠിപ്പിച്ച ആശയത്തിനപ്പുറം ഒരടി പോലും കാല് മുന്നോട്ട് വെക്കാൻ പാടില്ലെന്ന് ഒന്നുകൂടി എന്റെ പ്രിയപ്പെട്ട SSFന്റെ കർമ്മധീരരായ പ്രവർത്തകരോട് വസീയത്ത് ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുനാ ബിലാൽ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി മതങ്ങളെ സ്നേഹിച്ച് അവിടുത്തെ സ്നേഹിച്ച് അതേ മദീന മുനവ്വറയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലില്ലാത്ത മദീനയിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, അവിടുന്നില്ലാത്ത മദീനയിൽ എനിക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് നാട് വിട്ടുപോയ ബിലാൽ ഇബ്നു മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി നിങ്ങൾ സ്വപ്നത്തിൽ കിടന്നു വന്ന് ചോദിക്കുന്നു, അല്ലയോ ബിലാൽ, നീ എന്നോട് പിണങ്ങിയതാണോ? നിന്റെ മദീനയിൽ സിയാറത്ത് ചെയ്യാൻ കാണുന്നില്ലല്ലോ. ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ വേണ്ടി അയക്കുന്ന സമയത്ത് വൈജിദത്ത് മുഖേന മുഹമ്മദുർ റസൂലുള്ളാഹി നിങ്ങൾ പറഞ്ഞില്ലേ, ഓ മുആദേ, നീ തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ മദീനയിൽ ജീവിച്ചിരിപ്പുണ്ടാവുകയില്ല. ഇത് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു പൊട്ടിയങ്ങ് കരയാൻ തുടങ്ങി. വേണ്ട മുആദേ, നീ കരയേണ്ടതില്ല. നീ അവിടെ പോയി ഇസ്ലാം മതം പ്രചരിപ്പിച്ച് ഈ തിരിച്ചു വന്നെ ഖബർ സിയാറത്ത് ചെയ്യുമെന്ന് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി നിങ്ങൾ പറഞ്ഞു. നീ ഖബർ സിയാറത്ത് ചെയ്യും. ഒരിക്കലും ആ നേതാവ് പറഞ്ഞില്ല, ഈ മനുഷ്യനെ ഞാൻ വഫാത്തായി പോയാൽ എന്റെ ഒരിക്കലൊന്ന് സഹായം ചോദിക്കാൻ പറ്റുകയില്ല, അതുകൊണ്ട് നീ എന്റെ ഒരിക്കൽ വരാൻ പാടില്ലെന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞില്ല. പിന്നെ പറഞ്ഞത് മുഅ്ജിസത്ത് വകരെ പറയുകയാണ്, നീ പോയി തിരിച്ചു വരുന്ന സമയത്തേക്ക് ഞാൻ വഫാത്തായി പോകും, നീ എന്റെ റൗളാ ശരീഫിന്റെ മുമ്പിൽ വന്ന് എന്നോട് സലാം പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിനെ വിട്ട് ഒരുപാട് കാലം നാട് വിട്ടു നിന്ന ബിലാൽ, ആ ബിലാൽ റളിയല്ലാഹു അൻഹു ഇന്നൊരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ വന്ന് ചോദിക്കുന്നു, ബിലാലേ, നീ എന്നോട് പിണങ്ങിയതാണോ ബിലാൽ? സ്വപ്നം കണ്ട ബിലാൽ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി നോക്കൂ, പച്ചക്കുപ്പയുടെ ചുവട്ടിൽ വളരെ സുന്ദരമായ മദീന റൗളാ ശരീഫിന്റെ ചുവട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കലേക്ക് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു യാ റസൂലല്ലാഹ് എന്ന മുദ്രാവാക്യവും എത്തിക്കൊണ്ട് ലോകത്തിന്റെ നേതാവിന്റെ ഹദ്റത്തിൽ പോയി, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അവിടത്തേക്ക് സലാം പറയുമ്പോൾ അതേ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടികൾ വന്ന് പറയുന്നു, ഓ ബിലാലേ, അങ്ങയുടെ കാലത്തുള്ള സുന്ദരമായ ബാങ്കിന്റെ ധ്വനിയൊന്ന് മദീനയിൽ ധ്വനിപ്പിക്കാമോ? ബഹുമാനപ്പെട്ട ബിലാൽ പറയുന്നു, ഇല്ല, എന്നെ കൊണ്ട് കഴിയില്ല. അല്ലാഹുവിന്റെ റസൂലില്ലാത്ത മദീനയിൽ ബാങ്ക് വിളിക്കാൻ ബിലാലിനെ കൊണ്ട് കഴിയില്ല. മക്കളെ, ഒന്ന് ബാങ്ക് വിളിക്കണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മക്കളാ പറയുന്നത്, ഞാൻ എങ്ങനെയാണ് അവരുടെ കൈ തട്ടിക്കളയേണ്ടത്, എങ്ങനെയാണ് അവരുടെ കൈയെ ഞാൻ മാറ്റി നിർത്തേണ്ടത്? അവിടുത്തെ മക്കളാണല്ലോ എന്നോട് പറയുന്നത്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്
അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ നേതാവിന്റെ പേരങ്ങ് പറയുമ്പോ അവിടെ തന്നെ ബിലാൽ ബോധരഹിതനായി ഇരുന്നുപോയി. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ നേതാവിനെ സ്നേഹിക്കുക, ആ നേതാവിലേക്ക് മനസ്സ് തിരിക്കുക. ലോകത്തുള്ള എല്ലാ താഴ്ന്ന ചിന്തകളും വലിച്ചെറിയുക, എല്ലാ സിനിമാ താരങ്ങളെയും വലിച്ചെറിയുക, എല്ലാ ഫാഷനും വലിച്ചെറിയുക. എനിക്ക് ഏറ്റവും സ്നേഹിക്കാനുള്ള നേതാവ്, ഞാൻ ഏറ്റവും കടപ്പാട് കാണിക്കേണ്ട നേതാവ്, എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ള നേതാവ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി. كنت أرسلها تقبل الله وهي نائبتي فهذه نوبة الأتباع قد حضرت وامدد يمينك كي تحظى بها شفتي يا ربي بلغ مقاصدنا അതാണ് മുൻഗാമികളായ പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിച്ച പാത. അതാണ് സർവ്വ മുഅ്മിനീങ്ങളും സർവ്വ സാലിഹീങ്ങളും നമ്മെ പഠിപ്പിച്ച പാത. ബഹുമാനപ്പെട്ട റിഫായി ഷരീഫിന്റെ മുമ്പിൽ വന്ന് അള്ളാന്റെ റസൂലിനോടൊന്ന് കൈനീട്ടി തരാമോ എന്ന് ചോദിച്ചപ്പോ അള്ളാന്റെ റസൂല് കൈനീട്ടി കൊടുത്തുപോയി, ചുംബനങ്ങൾ അർപ്പിച്ചു പോയി. ആ നേതാവിന്റെ പ്രകാശിക്കുന്ന സുന്ദരമായ മുഖം, ആ മുഖം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന സ്വപ്നത്തിൽ കാണാൻ സ്വാഭികളായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരാകുന്ന ഞങ്ങൾക്ക് നേതാവിന്റെ മുഖം കണ്ടൊന്ന് സന്തോഷിക്കാം. ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനേ, ഭാഗ്യം നൽകണേ റഹ്മാനേ. പച്ചക്കുപ്പയുടെ ചുവട്ടിൽ പോയി അസ്സലാത്തു അങ്ങാണ് ഞങ്ങളെ നേതാവ്, അങ്ങേ ഞങ്ങൾ വല്ലാതെ സ്നേഹിച്ചിട്ടുണ്ട് നബിയേ. ഒരു സലാം ഞങ്ങൾക്ക് പറയാൻ, അങ്ങൊന്ന് റബ്ബിനോട് അതിലുള്ള എല്ലാ വഴിയും തുറന്നു തരാൻ ഒന്ന് റെക്കമെന്റ് ചെയ്യണേ നബിയേ. ആ റൗദാ ശരീഫിന്റെ മുമ്പിൽ ഒരു സലാം സമർപ്പിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ നേതാക്കന്മാരും, എല്ലാ പണ്ഡിതന്മാരും, എല്ലാ നേതാക്കന്മാരും പുലർച്ച സമയത്ത് സഭയുടെ മുമ്പ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, അങ്ങയുടെ അഭിവാദ്യങ്ങളുണ്ടെന്ന്, അങ്ങേക്ക് അഭിവാദ്യങ്ങളുണ്ടെന്ന് പറയുമ്പോ ചെറുപ്പക്കാരായ ഞങ്ങൾക്കും ആ നേതാവിന്റെ പേരിൽ സഭയുടെ മുമ്പ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. എസ്എസ്എഫിന്റെ കർമ്മധീരരായ പ്രവർത്തകരാണ് ഞങ്ങളെന്ന് പറയാൻ ഞങ്ങൾക്ക് നല്ല ആവേശമുണ്ട്. പക്ഷേ പലരും സുബഹിന്റെ ജമാഅത്തിന്റെ പള്ളിയിലെത്താറില്ല. നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ സുബഹിക്ക് പള്ളിയിൽ ജമാഅത്തിന് പോകാൻ ശ്രമിക്കണം. എല്ലാ ഭക്തരും പള്ളിയിൽ ജമാഅത്തിനെത്താൻ ശ്രമിക്കണം. എല്ലാം കൃത്യമായി നിസ്കാരങ്ങളും കൃത്യമായി നിർവഹിക്കണം. എല്ലാ സക്കാത്തും കൃത്യമായി നിർവഹിക്കണം. മുൻഗാമികളായ പണ്ഡിതന്മാരെ പഠിപ്പിച്ചതിനാരെതിരെ പറഞ്ഞാലും ഒക്കെ തന്നെ അത് തള്ളിയേക്കണം. എല്ലാവരെയും അല്ലാഹു തആല പുത്തൻവാദികളിൽ നിന്ന് കാത്തുരക്ഷിക്കുവാൻ നിങ്ങളുടെ ഹൃദയം നീ ശുദ്ധീകരിക്കണേ. ധാരാളം തെറ്റിയ കണ്ണുകളാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ധാരാളം ഹറാമുകൾ ശ്രമിച്ച കാതുകളാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ധാരാളം സ്പർശിച്ചാലേ കൈകളാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. നീ അർഹമുർറഹീമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചിന്തിച്ച ആലോചിച്ച ചെയ്തുപോയ എല്ലാ തെറ്റുകളും ഈ മജ്‌ലിസിന്റെ ബറക്കത്തോടെ നീ ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാഹ്, നീ പൊറുക്കണേ അല്ലാഹ്, നീ പൊറുക്കണേ അല്ലാഹ്, നീ പൊറുക്കണേ അല്ലാഹ്.
പദങ്ങൾ സ്വർഗത്തിന്റെ വാതിൽ പിടിച്ച് കുളിക്കുകയാണ് ചെയ്ത് കിടക്കുമ്പോ ആ നേതാവിന്റെ അനുയായികളായ ഞങ്ങൾ, അവിടുത്തെ സ്നേഹിച്ച ഞങ്ങൾ അവിടത്തോടൊപ്പം ഒന്ന് സ്വർഗത്തിൽ കിടന്ന് എല്ലാ സമയവും കൃത്യമായി ഭക്ഷണം തന്ന ഞങ്ങളെ രാജാവ്, ആഫിയത്തിൽ തന്ന ഞങ്ങളെ രാജാവായ നീ, എല്ലാം തന്ന രാജാവായ നിന്നെയൊന്നും നിന്റെ ലിഖാവത്ത് സ്വർഗത്തിൽ വെച്ച് കാണാൻ അടിമകളായ പാപികളായ ഞങ്ങൾക്കും ആ നേതാവിനെ സ്നേഹിച്ചതിന്റെ പേരിലെങ്കിലും നൽകണേ അല്ലാഹ്, നൽകണേ അല്ലാഹ്, സ്വർഗാവകാശികളിൽ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെയും നിങ്ങളെ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, ജ്യേഷ്ഠാനുജന്മാർ എല്ലാവരെയും സ്വർഗത്തിൽ കൂടി സന്തോഷിപ്പിക്കണേ അല്ലാഹ്. 70ഓളം നിരത്തിച്ചൂട് വരുന്ന ഭയാനകരമായ നരകം, ആ നരകത്തിൽ നിന്ന് പാപികളായ ഞങ്ങളെ നീ മോചിപ്പിക്കണേയല്ല, മോചിപ്പിക്കണേയല്ല. നരകത്തിൽ ചുട്ടീകരിക്കല്ല അല്ലാഹ്, കബറിന്റെ അദാബ് നൽകല്ല അല്ലാഹ്. പലരും കബറിലാണല്ലാഹ്, കബറിനെ വിശാലമാക്കണേ അല്ലാഹ്. ആമീൻ ആമീൻ. ظلمنا أنفسنا وإن لم تغفر لنا وترحم الخاسرين.